നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പാലാ മുണ്ടങ്കലിൽ അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടറുകളിൽ ഇടിച്ചു. 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം, ഒരു കുഞ്ഞിന്റെ നില ഗുരുതരം. അടൂർ ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ അധിക്ഷേപിച്ചെന്ന് ആനി രാജ. ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെ ഉള്ളിൽ ചാതുർവർണ്ണ്യ വ്യവസ്ഥയെന്നത് ഞെട്ടിക്കുന്നതായും ആനി രാജ. അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിനെതിരെ KPMS. പരാമർശത്തെ തള്ളിപ്പറയാൻ സാംസ്കാരിക മന്ത്രി തയ്യാറായില്ലെന്ന് പുന്നല ശ്രീകുമാർ. റെക്കോർഡ് നേട്ടവുമായി കോഴയിലെ കുടുംബശ്രീ കഫേ. ഞായറാഴ്ച ഒറ്റ ദിവസം മാത്രം വരുമാനം ലഭിച്ചത് 1 ലക്ഷം രൂപ. വാർത്തകൾ വിശദമായി. പാലാ മുണ്ടാങ്കലിലുണ്ടായ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾ മരിച്ചു. അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടറുകളിൽ ഇടിക്കുകയായിരുന്നു. മുണ്ടാങ്കലിൽ ഉണ്ടായ അപകടത്തിൽ 2 സ്ത്രീകൾ മരിച്ചു. അമിത വേഗത്തിലെത്തിയ കാർ എതിരെ വന്ന സ്കൂട്ടറുകളിൽ ഇടിക്കുകയായിരുന്നു. പാലാ കൊട്ടാരമറ്റം മീനച്ചിൽ അഗ്രോ സൊസൈറ്റി ജീവനക്കാരിയായ ധന്യ സന്തോഷ് നെല്ലൻകുഴിയിൽ, മേലുകാവ് മറ്റം പ്രവിത്താനം അല്ലപ്പാറ പാലക്കുഴിക്കുന്നൽ ജോമോൾ സുനിൽ എന്നിവരാണ് മരണമടഞ്ഞത്. ജോമോളുടെ മകൾ പാലാ സെന്റ് മേരീസ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അന്നമോൾ ഗുരുതരാവസ്ഥയിൽ പാലാ മരിയൻ സെന്റർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. സ്കൂട്ടറുകളിൽ ഇടിച്ച കാർ എതിരെയുള്ള മതിലിൽ ഇടിച്ചാണ് നീങ്ങുന്നത്. അമിത വേഗത്തിലായിരുന്നു കാറിൽ ഉണ്ടായിരുന്ന 2 പേർക്ക് ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. അടൂർ ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ അധിക്ഷേപിച്ചെന്ന് ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആനി രാജ. ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെ ഉള്ളിൽ ചാതുർവർണ്ണ്യ വ്യവസ്ഥ നിലനിൽക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും ആനി രാജ കോട്ടയത്ത് പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ അധിക്ഷേപിച്ചുവെന്ന് ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആനി രാജ. ദളിത് വിഭാഗങ്ങൾക്ക് പണം ചെലവാക്കുന്നതിൽ ഓഡിറ്റിംഗ് വേണമെന്ന പ്രസ്താവന സ്ത്രീ വിരുദ്ധതയും പട്ടികജാതി പട്ടികവർഗ വിരുദ്ധതയുമാണ്. ചാതുർവർണ്ണ്യ വ്യവസ്ഥ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും ആനി രാജ കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരുന്നത് എല്ലാവരെയും മുഖ്യധാര, എല്ലാവർക്കും അവസരങ്ങൾ, എല്ലാ മേഖലയിലും അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് അതുതന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഈ രീതിയിൽ അതിനെ ഇതിലൂടെ ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ ഏത് രീതിയിലാണ് അത് താഴെ തട്ടിലുള്ളവരെ അത് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഈ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരെ നോക്കിക്കാണുന്നത്, അത് നമ്മുടെ കേരള സമൂഹത്തിൽ ഇന്നും ആ മനസ്ഥിതിയും വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ, സമൂഹത്തിന്റെ വലിയ ആദരവ് പിടിച്ചു പറ്റിയിട്ടുള്ള ആളുകൾ ഇന്നും അത് അവരുടെയൊക്കെ മനസ്സിന്റെ കോണിൽ എവിടെയോ ഉണ്ട് എന്നുള്ളത് ഈ രീതിയിൽ പുറത്തു വരുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒന്നാണ്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ ചോദ്യം ചെയ്ത ദളിത് വനിതയ്ക്കെതിരെ നടത്തിയ പദപ്രയോഗം അധിക്ഷേപമായി പോയെന്നും ആനി രാജ പറഞ്ഞു. അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് സിനിമാ മേഖലയിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമം. അതിനെതിരെയുള്ള ഇത്തരം നീക്കങ്ങൾ അപലപനീയമാണെന്നും അവർ കോട്ടയത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തെ തള്ളിപ്പറയാൻ സാംസ്കാരിക മന്ത്രി തയ്യാറായില്ലെന്ന് KPMS. പ്രതിഭയുടെ ആനുകൂല്യം അടൂർ ഗോപാലകൃഷ്ണൻ അർഹിക്കുന്നില്ലെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ പ്രസ്താവനയ്ക്കെതിരെ കേരള പുലയർ മഹാസഭ രംഗത്ത്. അടൂരിനെ കോൺക്ലേവിൽ ആനയിക്കാൻ പാടില്ലായിരുന്നുവെന്ന് KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു. വേദിയിലുണ്ടായിരുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അടൂരിന്റെ പ്രസ്താവനയെ തള്ളിക്കളയാൻ തയ്യാറായില്ല. ഫ്യൂഡൽ വരേണ്യവർഗക്കാരെ ഇത്തരം പരിപാടികളിലേക്ക് ആനയിക്കാൻ പാടില്ലെന്നും പ്രതിഭയുടെ ആനുകൂല്യം അടൂർ അർഹിക്കുന്നില്ലെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇപ്പൊ സർക്കാരിന്റെ ജനപ്രതിനിധികളും മന്ത്രിമാരും ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ആനുകൂല്യം കൊടുക്കണം എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്യൂഡൽ വരേണ്യ മനോഭാവത്തിൽ നിന്നുകൊണ്ട് ഈ മേഖലയുടെ ജനാധിപത്യവൽക്കരണത്തെ എതിർക്കുമ്പോൾ ആ പ്രതിഭയുടെ ഒരാനുകൂല്യത്തിനും ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അർഹനല്ല എന്നാണ് കേരളത്തിന്റെ ഒരു പുരോഗമനപരമായിട്ടുള്ള മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം. ദുർബല വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള സർക്കാർ തീരുമാനം പുരോഗമനപരമാണെന്നും പുന്നല ശ്രീകുമാർ അറിയിച്ചു. മലയാള സിനിമാ ലോകം എന്ന് പറയുന്ന ഒരു വരേണ്യ മേഖലയാണ്. ആ മേഖലയിലേക്ക് ഇതുപോലെയുള്ള ദുർബല വിഭാഗങ്ങളെ, അത് വനിതകളാകട്ടെ, സ്ത്രീകളാകട്ടെ, വനിതകളാകട്ടെ, അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു നിലപാടാണത്. അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഒരു ദിവസം 1 ലക്ഷം രൂപ വരുമാനം നേടി റെക്കോർഡ് നേട്ടവുമായി കുടുംബശ്രീ കഫേ. കുറവിലങ്ങാട് കോഴ കുടുംബശ്രീ കഫേയിലാണ് ഞായറാഴ്ച 1 ലക്ഷം രൂപ ലഭിച്ചത്.
വരുമാനത്തിലും ഒന്നാമതായി കോട്ടയം ജില്ലയിലെ കുടുംബശ്രീയുടെ പ്രീമിയം കഫേ. സംസ്ഥാനത്ത് ആദ്യമായി ദിവസ വരുമാനം 1 ലക്ഷം രൂപ നേട്ടത്തിലെത്തിയിരിക്കുകയാണ് കുറവിലങ്ങാട് കോഴ കുടുംബശ്രീ പ്രീമിയം കഫേ. ഓഗസ്റ്റ് 3-ാം തീയതി ഞായറാഴ്ചയാണ് പ്രതിദിന വിൽപ്പന 1 ലക്ഷം എന്ന നേട്ടത്തിൽ എത്തിയത്. നിലവിൽ സംസ്ഥാനത്ത് 10 പ്രീമിയം കഫേകളുണ്ട്. ജില്ലയിൽ ആദ്യത്തേതാണ് KM മാണി തണൽ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ സജ്ജമാക്കിയത്. 2 ഷിഫ്റ്റുകളിലായി 13 പാചകക്കാരാണ് കഫേയിലുള്ളത്. ഇവർ അടക്കം 52 കുടുംബശ്രീ വനിതകൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭമായും പ്രീമിയം കഫേ മാറി. ഊണും ബിരിയാണിയുമാണ് ഏറ്റവും വിൽപ്പനയിലുള്ളത്. സാധാരണ വിഭവങ്ങൾക്കൊപ്പം പിടിയും കോഴിയും പോലെയുള്ള സ്പെഷ്യൽ വിഭവങ്ങളും ചൈനീസ് വിഭവങ്ങളും കഫേയിൽ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ സ്ഥിരമായി ആക്രമിക്കപ്പെടുന്നതായി CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ. CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. CPI ജില്ലാ സമ്മേളനം ഈ മാസം 8, 9, 10 തീയതികളിൽ വൈക്കത്ത് നടക്കും. ഇതിന് മുന്നോടിയായി വനിതാ സംഗമം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്നു. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ സംഗമം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളെയും കടന്നാക്രമിക്കുകയാണ് RSS എന്ന് ആനി രാജ പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് രാജ്യത്ത് നിത്യസംഭവമായെന്നും ആനി രാജ കൂട്ടിച്ചേർത്തു. നമ്മുടെ ഭരണഘടനയുടെ പല ആർട്ടിക്കിളുകളെയും ഇല്ലായ്മ ചെയ്യുന്ന, തത്വത്തിൽ ഭരണഘടനയെ തന്നെ ചവറ്റുകുട്ടയിലിടുന്ന ഒരു നിയമമായിരുന്നു വഖഫ് നിയമം. അതിനെ ആ രീതിയിൽ അത് മുസ്ലിമിന്റെ അല്ലേ, അതിൽ നമ്മളത്ര ചെയ്യേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗവും നമ്മുടെ രാജ്യത്തുണ്ട്. അത് അവരെ അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ. ഇത് പക്ഷേ ഇന്നലെ മുസ്ലിമും ക്രിസ്ത്യാനിയാണെങ്കിൽ എല്ലാ വിഭാഗത്തെയും കടന്നാക്രമിക്കുന്ന ഒന്നാണ്, ഒരു വിഭാഗമാണ് RSS എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്ക് എവിടെയോ ഈ രാജ്യത്തിലെ ഒരു നല്ല വിഭാഗത്തിന് മിസ്സായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ അത് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം കൂടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഹേമലത പ്രേംസാഗർ അധ്യക്ഷയായി. മന്ത്രി ജെ ചിഞ്ചുറാണി, മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് P വസന്തം, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു, കേരള മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ലീനമ്മ ഉദയകുമാർ, CPI മണ്ഡലം സെക്രട്ടറി സന്തോഷ് കേശവനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാടൻ പാട്ടുകളുമായി രാഹുൽ കൊച്ചാപ്പി അരുവിത്തുറ കോളേജിൽ. പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു രാഹുൽ കൊച്ചാപ്പി. അടൂർ ഗോപാലകൃഷ്ണന്റേത് വിവേചനത്തിന്റെ ശബ്ദമാണെന്ന് രാഹുൽ കൊച്ചാപ്പി പറഞ്ഞു. ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങളുടെ തനത് സംഗീതത്തിന്റെ സമൃദ്ധിയുമായി നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അക്കാദമി യുവപ്രതിഭ പുരസ്കാര ജേതാവുമായ രാഹുൽ കൊച്ചാപ്പി വേദി നിറഞ്ഞാടിയപ്പോൾ ഭാഷയുടെയും സംഗീതത്തിന്റെയും രാഷ്ട്രീയം വിദ്യാർത്ഥികൾക്ക് നേർക്കാഴ്ചയായി മാറുകയായിരുന്നു. അരുവിത്തറ സെന്റ് ജോർജ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സിനിമ നിർമ്മിക്കാൻ അധസ്ഥിത വിഭാഗങ്ങൾക്ക് മാത്രം പരിശീലനം വേണമെന്ന ചിലരുടെ ശാഠ്യം വിവേചനത്തിന്റെ ശബ്ദമാണെന്ന് രാഹുൽ കൊച്ചാപ്പി പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന്റേത് വിവേചനത്തിന്റെ ശബ്ദമെന്ന് രാഹുൽ കൊച്ചാപ്പി കൂട്ടിച്ചേർത്തു. മതനിരപേക്ഷത വരുന്നതിന് മുമ്പ് മതേതരത്വം എന്നൊരു സ്ഥാനത്തെ കൺവേർട്ട് ചെയ്താണ് മതനിരപേക്ഷത എന്നൊക്കെ. മതനിരപേക്ഷതയുടെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും ഇന്നലെ നടന്ന ഒരു സംഭവം മാത്രം ഞാൻ ഉദാഹരിക്കുകയാണ്. അധസ്ഥിത വർഗത്തിന് കലയോ പാട്ടോ സംസ്കാരങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകമായ ട്രെയിനിങ് കൊടുക്കണം. ആവശ്യമില്ലാതെ ഒരു ഫണ്ടിങ് നടത്തി അവരെ ഇങ്ങനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യകതകളില്ല എന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനകത്ത് നമ്മൾ പൊളിറ്റിക്കൽ വിദ്യാർത്ഥികൾ, ഒരു വിദ്യാർത്ഥി സമൂഹം, എനിക്ക് മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹങ്ങളുടെ കാഴ്ചകൾ എവിടെയാണ് എത്തുന്നതെന്നുള്ളതാണ് പ്രായോഗിക തലത്തിൽ മാറ്റമെന്ന സാറ് സൂചിപ്പിച്ച മാറ്റമെന്നൊരു അനിവാര്യതയ്ക്കകത്ത് നിന്നുകൊണ്ട് പ്രായോഗിക തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ തോമസ് പുളിക്കൻ, അധ്യാപകരായ സിറിൽ സൈമൺ, അനിറ്റ് ടോം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭിന്നശേഷിക്കാർക്ക് സുഗമമായി പ്രവേശിക്കുന്നതിനായി റാമ്പ് സ്ഥാപിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ക്ഷേത്രത്തിൽ ഇത്തരം സൗകര്യം ഏർപ്പെടുത്തുന്നത്. ദേവസ്വം മന്ത്രി VN വാസവൻ റാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുള്ള സ്റ്റേജിനോട് ചേർന്ന കവാടത്തിലും കൃഷ്ണ കോവിലിലുമാണ് റാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ ഭക്തർക്ക് ഇനി മുതൽ 7:30 പൊന്നാന ദർശനം നേരിൽ കാണാനും ക്ഷേത്ര മതിൽക്കകത്തെ മറ്റു പരിപാടികളിൽ പങ്കെടുക്കാനും സാധിക്കും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ
നിവേദനത്തെ തുടർന്നാണ് റാമ്പ് സൗകര്യം ഒരുക്കിയത്. ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ റാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഏതാണ്ടൊരു 225 ലക്ഷത്തോളം രൂപ നമ്മളിപ്പോൾ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി മുടക്കിക്കഴിഞ്ഞു. ഇതിലേറ്റവും മനസ്സിന് സുഖം തന്ന ഒരു പ്രവർത്തനമാണ് ഭിന്നശേഷിക്കാർക്ക് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുമ്പിൽ വന്ന് തൊഴാനുള്ള അവസരം ഉണ്ടാക്കുന്ന ഒരു റാമ്പ് ഉണ്ടാക്കുകയാണ്. ഒരിക്കലിവിടെ വന്നപ്പോൾ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ നൽകിയൊരു നിവേദനമാണ് വളരെ പെട്ടെന്ന് ഇത് ചെയ്യണമെന്ന് തോന്നലേക്ക് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ആവശ്യമായ നിർദ്ദേശം കൊടുത്തു, അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഇതിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാവരെയും പോലെ ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം സംജാതമാക്കി അവരുടെ സമൃദ്ധി എൻ്റെ സമൃദ്ധിയായി ഭിന്നശേഷിക്കാരായ ഗൗരി, പത്മകുമാർ എന്നിവരെ റാമ്പിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചു. ഏറ്റുമാനൂരപ്പന്റെ കൊടിമര ചുവട്ടിലെത്തി തൊഴാൻ അവസരം നൽകിയ മന്ത്രിയോടുള്ള നന്ദിയും ഗൗരിയും പത്മകുമാറും അറിയിച്ചു. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. മന്ത്രി വി എൻ വാസവൻ സാർ ഇത് ഒരുക്കി തന്നതിൽ, ഇത്രയും വേഗം ഒരുക്കി തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിൽ ഇവിടെ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെയൊന്ന് വന്ന് തൊഴാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം സാധിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ചടങ്ങിൽ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് അഭിലാഷ്, നഗരസഭാംഗം ES ബിജു, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അമൃത രാജീവ്, ഉപദേശക സമിതി സെക്രട്ടറി മഹേഷ് രാഘവൻ, പ്രസിഡന്റ് PK രാജൻ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാർക്ക് 7:30 പൊന്നാന ദർശനം നടത്തുന്നതിന് പ്രത്യേക ദർശന സൗകര്യം ഏർപ്പെടുത്തുമെന്നും ഉപദേശക സമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലാ മുണ്ടങ്കലിൽ അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടറുകളിൽ ഇടിച്ചു. 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം, ഒരു കുഞ്ഞിന്റെ നില ഗുരുതരം. അടൂർ ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ അധിക്ഷേപിച്ചെന്ന് ആനി രാജ. ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെ ഉള്ളിൽ ചാതുർവർണ്ണ്യ വ്യവസ്ഥയെന്നത് ഞെട്ടിക്കുന്നതായും ആനി രാജ. അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിനെതിരെ KPMS. പരാമർശത്തെ തള്ളിപ്പറയാൻ സാംസ്കാരിക മന്ത്രി തയ്യാറായില്ലെന്ന് പുന്നല ശ്രീകുമാർ. റെക്കോർഡ് നേട്ടവുമായി കോഴയിലെ കുടുംബശ്രീ കഫേ. ഞായറാഴ്ച ഒറ്റ ദിവസം മാത്രം വരുമാനം ലഭിച്ചത് 1 ലക്ഷം രൂപ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.